ഐവ സെൽസ് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് വലിയ വേദനയാണ്. എത്രയോ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെയും NCPയുടെയും സ്ഥാനാർത്ഥികൾ തോൽക്കാൻ കാരണം ഒവൈസിയാണ്, പ്രകാശ് അംബേദ്കർ ആണ്, അവരുടെ അഹങ്കാരമാണ്. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പലയിടങ്ങളിലും ഇവരുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുകയുണ്ടായി. VBA വഞ്ചിത് ബഹുജൻ അഗതി, ഒവൈസിയും പ്രകാശ് അംബേദ്കറും ചേർന്നുള്ള ഒരു സഖ്യമാണ് VBA. പലയിടങ്ങളിലും ഇവർ സ്ഥാനാർത്ഥികളെ നിർത്തി, അവർ ഒരുപാട് വോട്ടുകൾ പിടിച്ചു. അവിടെയൊക്കെ BJPയുടെയും ശിവസേനയുടെയും ഒക്കെ സ്ഥാനാർത്ഥികൾ പുല്ലുപോലെ വിജയിച്ചു. ഇവർക്കൊരു മണ്ഡലം കിട്ടി, ഔറംഗാബാദ് മണ്ഡലം. ശിവസേനയുടെ ഉരുക്കുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഔറംഗാബാദ് മണ്ഡലം കൈറയിൽ നിന്ന് ഒവൈസിയുടെയും പ്രകാശ് അംബേദ്കറിന്റെയും സ്ഥാനാർത്ഥി പിടിച്ചെടുത്തു. അവർക്ക് മഹാരാഷ്ട്രയിൽ ലഭിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരൊറ്റ ഒരു സീറ്റ് മാത്രമാണ്. പക്ഷേ ആ ഒരു സീറ്റ് അവർക്ക് നേടിയപ്പോൾ പലയിടങ്ങളിലും കോൺഗ്രസിനും NCPക്കും ലഭിക്കേണ്ട സീറ്റുകൾ ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് മഹാരാഷ്ട്ര സമ്മാനിച്ചിട്ടുള്ളത്. അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നൽകിയിട്ടുണ്ടാകും. തങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് കോൺഗ്രസിനും NCPക്കുമാണെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഒവൈസിക്കും പ്രകാശ് അംബേദ്കറിനും 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ 2019 നിയമസഭാ തിരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും NCPയും പ്രകാശ് അംബേദ്കറിന്റെയും ഒവൈസിയുടെയും സഖ്യമായ VBAയോട് സഖ്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നു. കോൺഗ്രസും NCPയും 288 സീറ്റുകളെ 3ആയി വിഭജിച്ച് പറഞ്ഞു, 99 സീറ്റുകൾ നിങ്ങൾക്ക് നൽകാം, ഒവൈസിക്കും പ്രകാശ് അംബേദ്കറിനും നൽകാം, അതിൽ നിങ്ങൾ മത്സരിച്ചോളൂ, നമുക്ക് സഖ്യമായി തിരഞ്ഞെടുപ്പിനെ നേരിടാമെന്ന് കോൺഗ്രസും NCPയും മതേതരത്വ മുഖത്തോടുകൂടി അവരോട് വിളിച്ചു പറഞ്ഞപ്പോൾ പ്രകാശ് അംബേദ്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പറയാം നിങ്ങൾ എത്ര സീറ്റിൽ മത്സരിക്കണമെന്ന്, ഞങ്ങൾ തീരുമാനിക്കും എവിടെയൊക്കെയാണ് കോൺഗ്രസിന്റെയും NCPയുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടതെന്ന്. എന്തിന്റെ അഹങ്കാരത്തിലാണ് ഇക്കാര്യം പറഞ്ഞതെന്നറിയാമോ? ശിവസേനയുടെ ഉരുക്കുകോട്ടയായിട്ടുള്ള ഔറംഗാബാദിൽ ഇവരുടെ സ്ഥാനാർത്ഥികൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിൻ്റെ പേരിൽ. അങ്ങനെ ഒടുവിൽ ആ സഖ്യം 8 നിലയിൽ പൊട്ടി. കോൺഗ്രസും NCPയും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി മുന്നോട്ട് വന്നു. അതിനിടയിൽ ഒവൈസിയും പ്രകാശ് അംബേദ്കറും തമ്മിൽ തല്ലി തെറ്റിപ്പോവുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും ഒറ്റക്കൊറ്റക്ക് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ മുന്നോട്ട് വന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഉദാഹരണം ഞാൻ 3 മണ്ഡലങ്ങളെ എടുത്തു പറയാം. 20-ൽ കൂടുതൽ മണ്ഡലങ്ങളുണ്ട്. സംഗോളയിൽ ശിവസേനയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു കയറുന്നത് 768 വോട്ടുകൾക്കാണ്. അവിടെ ഒവൈസി പിടിച്ചത് 979 വോട്ടുകൾ. സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ, ഒവൈസി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ, ഒവൈസിക്ക് വേരോട്ടമില്ലാത്ത ഒരു മണ്ഡലമാണ്, സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അവിടെ കോൺഗ്രസും NCPയും അടങ്ങുന്ന സഖ്യം വിജയിച്ചേനെ, ശിവസേന തോറ്റുപോകുമായിരുന്നു. അതുപോലെ തന്നെ ചണ്ഡിവാലി മണ്ഡലം, അവിടെ ശിവസേനയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നത് 409 വോട്ടുകൾക്കാണ്. അവിടെ ഒവൈസിയുടെ സ്ഥാനാർത്ഥി പിടിച്ചത് 1167 വോട്ടുകൾ. കോൺഗ്രസും ശിവസേനയും ശക്തമായ മത്സരം നടന്ന ചണ്ഡിവാലിയിൽ കോൺഗ്രസ് തോൽക്കാൻ കാരണം ഒവൈസി ആണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നുള്ളത്. നാഗ്പൂർ സെൻട്രൽ കോൺഗ്രസും BJPയും ശക്തമായ ഒരു ഏറ്റുമുട്ടൽ നടത്തിയ മണ്ഡലമാണ്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് 4008 വോട്ടുകൾക്കാണ്. അവിടെ ഒവൈസിയുടെ സ്ഥാനാർത്ഥി പിടിച്ചെടുത്തത് 8565 വോട്ടുകളാണ്. ചിന്തിക്കപ്പെടണം, ഇത് 3 മണ്ഡലങ്ങളുടെ അവസ്ഥ മാത്രമാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. 20-ൽ കൂടുതൽ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെയും NCPയുടെയും സ്ഥാനാർത്ഥികൾ തോറ്റത് നിസ്സാര വോട്ടുകൾക്കാണ്.
ചോദ്യം വന്നേക്കാം, ഒവൈസിക്കും പ്രകാശ് അംബേദ്കറിനും മത്സരിക്കേണ്ട തിരഞ്ഞെടുപ്പിൽ. മത്സരിച്ചോളൂ. വിജയപ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കോ സഖ്യമായോ മത്സരിച്ചോളൂ. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? BJP-യോടുള്ള തുറന്ന യുദ്ധമല്ലേ? ആ തുറന്ന യുദ്ധം കാണിക്കേണ്ടത് കോൺഗ്രസിന്റെയും NCP-യുടെയും സീറ്റുകളിൽ കയറി വിപ്ലവം സൃഷ്ടിച്ചിട്ടല്ല, BJP-യുടെ കോട്ടകളിൽ കയറി വിപ്ലവം സൃഷ്ടിച്ചിട്ടാണ് നിങ്ങൾ BJP-ക്കെതിരെ യുദ്ധം ചെയ്യേണ്ടത്. ഒവൈസിയും പ്രകാശ് അംബേദ്കറും BJP-ക്ക് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയിൽ വേല ചെയ്തു എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ വേണ്ടി സാധിക്കും. ഒരുപാട് വീഴ്ചകളുണ്ട് കോൺഗ്രസിന്റെയും NCP-യുടെയും ഭാഗത്ത് കഴിഞ്ഞുപോയ തിരഞ്ഞെടുപ്പുകളിലൊക്കെ. ആ വീഴ്ചകളെയൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ടാണ് 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഇറങ്ങുന്നത്. ലോക്സഭയിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയിൽ വ്യക്തമായ മുന്നേറ്റം തങ്ങൾക്കുണ്ടാകും. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ പ്രകാശ് അംബേദ്കറും ഉവൈസിയും കൂടെ വേണമെന്ന് വിചാരിച്ച് ഒരിക്കലും അവർ അർഹിക്കാത്ത സീറ്റ് നൽകാൻ ഇവർ തയ്യാറായി മുന്നോട്ട് വന്നു. പക്ഷേ അപ്പോൾ അഹങ്കാരത്തിന്റെ മറുപടിയിൽ പറഞ്ഞവർ അവരുടെ സഖ്യം തന്നെ തകർന്നു. മതേതരത്വ കക്ഷികൾ ഭരണത്തിലേറേണ്ട ഒരു വലിയ സ്വപ്നത്തെ തന്നെ മഹാരാഷ്ട്രയിൽ ഒവൈസിയും പ്രകാശ് അംബേദ്കറും തകർത്തു. ഇത് വലിയ പരാജയമാണ്. ഈ പരാജയത്തിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ മതേതരത്വ മുന്നണികളെ വിജയിപ്പിക്കാൻ ഒവൈസിയും പ്രകാശ് അംബേദ്കറും മുന്നോട്ട് വരട്ടെ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.